الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا അള്ളാഹു ഈ ദീനിനെ പൂർത്തിയാക്കി. അറഫയുടെ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കളരിയിൽ അഭ്യാസം പൂർത്തിയാക്കിയ സഹാബത്തിനോട് അവസാനമായി സംഭാഷണം നടത്താൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തൊട്ടുമുമ്പ് പടച്ചവന്റെ ഭാഗത്തു നിന്നും ഈ പ്രഖ്യാപനമുണ്ടായി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, അതിലൂടെ നമ്മുടെ ഔദാര്യത്തെ, അനുഗ്രഹത്തെ, നിഅമത്തിനെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഈ ദീൻ പൂർണ്ണമാണ്. ദീൻ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ ദീനിൽ നമ്മുടെ വകയായിട്ട് ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. നമ്മളായിട്ട് ആ ദീനിൽ നിന്നും ഒന്നും വെട്ടിച്ചുരുക്കാൻ അവകാശവുമില്ല. അള്ളാഹുവാണ് ഈ ദീനിന്റെ സംവിധായകൻ. അവനാണ് ഈ ദീനിനെ നമുക്ക് സമ്മാനിച്ചവൻ. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നാം നിങ്ങൾക്ക് ഇസ്ലാമാകുന്ന ദീനിനെ മതസംഹിതയായി, ജീവിത സംഹിതയായി പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്, തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. അള്ളാഹു അവന്റെ തൃപ്തിയോടുകൂടി നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത പദ്ധതിയാണ്, മാർഗമാണ്, വഴിത്താരയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ വൈയക്തികമായ ജീവിതത്തിന്റെ വ്യക്തമായ മാർഗദർശനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ കുടുംബജീവിതത്തെ വളരെ വ്യക്തമായി സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തെ വളരെ വ്യക്തമായി ആവരണം ചെയ്തിട്ടുണ്ട്. അവന്റെ രാഷ്ട്രീയ ബന്ധത്തെ വളരെ വ്യക്തമായി അല്ലാഹു തആല ആവിഷ്കരിക്കുകയും ആവരണം ചെയ്യുകയും പദ്ധതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ കച്ചവട മേഖലകളെ, തൊഴിൽ മേഖലകളെ, വ്യവസായ രംഗത്തെ വളരെ വ്യക്തമായി വിശുദ്ധ ഇസ്ലാമിന്റെ സംഹിതകളിലൂടെ പടച്ചവൻ മാർഗദർശനം നൽകിയിട്ടുണ്ട്. അവന്റെ സാംസ്കാരിക രംഗത്തെ, സ്വഭാവ രംഗത്തെ എല്ലാ പദ്ധതികളെയും പടച്ചവൻ വളരെ വ്യക്തമായി അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലദി അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അകമഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചു പോകുന്നു, അവനെ ശുക്ർ രേഖപ്പെടുത്തി പോകുന്നു. അവന് നമ്മളോട് ചെയ്ത ഔദാര്യമാണ് അല്ലദി അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹു തആല നമുക്ക് ഈമാൻ കൊണ്ട് അനുഗ്രഹം ചെയ്തു, ഹിദായത്ത് നൽകി, നേർമാർഗം കാണിച്ചു തന്നു. ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ വഴിതെളിയിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം.
اللهم ثبتنا على نهج الاستقامة واعذنا من موجبات الندامة يوم القيامة. അല്ലാഹുവേ, ഇനി ഞങ്ങൾ നിന്നോട് അർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദുആയിരക്കുന്നത് ഈ നേരായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. സബ്ബിത്നാ അലാ നഹ്ജിൽ ഇസ്തിഖാമ, ഉറപ്പിച്ചു നിർത്തണമേ. ഇതിൽ നിന്നും വഴിതെറ്റിപ്പോകാതെ, മാറിപ്പോകാതെ, അങ്ങുമിങ്ങുമായി പോകാതെ ഞങ്ങളെ നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. വഅഇദ്നാ മിൻ മൂജിബാത്തിൻ നദാമത്തി യൗമൽ ഖിയാമ. ഇതിൽ നിന്നും അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴിതെറ്റിപ്പോയാൽ, മാറിപ്പോയാൽ വേണ്ടി വന്നാൽ അതിന്റെ പേരിൽ ഖിയാമത്ത് നാളിൽ വലിയ ഖേദം താങ്ങേണ്ടി വരും, നിരാശ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നിരാശാജനകമായ ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. വഅഇദ്നാ മിൻ മൂജിബാത്തിൻ നദാമത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നദാമത്ത് ഉണ്ടാകുന്നതിന് ഇടയാക്കാൻ സാധ്യതയുള്ള കർമ്മങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സകലമാന മേഖലകളെയും വളരെ വ്യക്തമായി അവർക്ക് സംസ്കാര സമ്പന്നമാക്കാൻ ഉതകുന്ന നിലയിലുള്ള അധ്യാപനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന നിയമസംഹിതയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിമീങ്ങളായ നമ്മൾ 10-27 ദിവസക്കാലമായി നമ്മളുടെ വ്യക്തിജീവിതത്തെ വിശുദ്ധിയാർന്നതാക്കാൻ ശ്രമിച്ചു പോരുകയായിരുന്നു. നമ്മൾ നമ്മളുടെ കുടുംബജീവിതത്തെ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. 10-27 ദിവസങ്ങളിലായി നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച തഅലീമിന്റെ ഉപദേശ നിർദ്ദേശങ്ങളിൽ നാം ആകുന്ന വ്യക്തിയെ സംസ്കരിക്കാനുള്ള ശ്രമം നടത്തി. നമ്മളിലൂടെ നിർമ്മിതമാകുന്ന കുടുംബത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. നാം ആകുന്ന വ്യക്തിയിൽ വരാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങളെയും ദുശ്ശീലങ്ങളെയും സംബന്ധിച്ചിട്ട് പറഞ്ഞു. നമുക്ക് നമ്മളുടേതായ ജീവിതത്തിൽ വ്യക്തമായ ഒരു വീക്ഷണഗതി ഉണ്ടാകണമെന്നും കാഴ്ചപ്പാടുണ്ടാകണമെന്നും ആ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത്, വ്യക്തിത്വ വികാസമുണ്ടാകുന്നത്, നമ്മുടെ വ്യക്തിത്വത്തിന് വിലയുണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ കേട്ടു. ആരൊക്കെ ഓർമ്മ വെക്കുന്നു അല്ലാഹു ആലം. അല്ലാഹു തആല പറഞ്ഞതിനേക്കാൾ ഏറെ മനസ്സിലാക്കാനും അതൊക്കെ ഓർമ്മ വെക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ പൊതുവായി നമ്മളെ ബാധിക്കുന്ന കുറെ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക വിഷയങ്ങളുണ്ട്. മതത്തെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും ആദരിക്കുകയും ആ ചിഹ്നങ്ങളുടെ ആദരവിന്റെ പേരിൽ നമുക്കുണ്ടായിത്തീരേണ്ട ആദർശപരമായ വിശുദ്ധിയെ ആർജിച്ചെടുക്കാൻ ശ്രമിക്കുകയും സാംസ്കാരികമായി നമ്മളെ വളർത്തിയെടുക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന അത്തരം സംവിധാനങ്ങളെയൊക്കെ പരിചയപ്പെടുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനം, وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, നിശ്ചയം അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് എത്രത്തോളം എന്നാൽ കേവലം 2 മലകളുടെ നാമം പഠിപ്പിച്ചുകൊണ്ട് പടച്ചവൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما. إن الصفا والمروة, ഇത് 2 മലയുടെ പേരാണ്. മക്കയിൽ കഅബയുടെ പരിസരത്ത് തല ഉയർത്തി നിൽക്കുന്ന 2 മുട്ടക്കുന്നുകളുടെ നാമമാണിത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇത് 2ഉം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ നിന്നുമുള്ള 2 ചിഹ്നമാണ്. അല്ലാഹു അതിനെ ആദരിച്ചു, ബഹുമാനിച്ചു. എന്തുകൊണ്ട് ആദരിച്ചു, എന്തുകൊണ്ട് ബഹുമാനിച്ചു? ചരിത്രപരമായി അതിൽ വലിയ തത്വങ്ങളെ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചപ്പോൾ ആ മലയെ അല്ലാഹുവിന്റെ ചിഹ്നമായി അവൻ പ്രഖ്യാപിച്ചു. നിങ്ങളെങ്ങാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കഅബാലയത്തെ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ എത്തിപ്പെട്ടാൽ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ, ഒന്നെങ്കിൽ ഹജ്ജിനെ ഉദ്ദേശിച്ചുകൊണ്ട് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഉംറയെ ഉദ്ദേശിച്ചുകൊണ്ട് എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ടാൽ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, അത് നിങ്ങളൊന്ന് സന്ദർശിക്കണേ, സന്ദർശിക്കുന്നത് നല്ലതാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. അതിനെ ആദരിക്കുന്നത് നല്ലതാണെന്ന് പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ചിഹ്നങ്ങളെ ആദരിക്കുവാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ
അതിന്റെ ഉള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചിരിക്കുന്ന ചരിത്രാവശിഷ്ടങ്ങളിലൂടെ മനുഷ്യരുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അള്ളാഹു നടത്തുന്നത്. ആചാരത്തെ അല്ല, അല്ലെങ്കിൽ അതൊരു മാമൂലാക്കി മാറ്റലല്ല പടച്ചവൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹു തആല ആ നിലയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സംസ്കരണ പദ്ധതിയുടെ സാധ്യതയാണ് ഇതിലൂടെ വിളിച്ചോതുന്നത്. അതുകൊണ്ട് തന്നെ വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, നമ്മൾ തഖ്വയുടെ പഠനവുമായിട്ടാണ് റമദാനിന്റെ തഅലീം ആരംഭിക്കുന്നത്. ആ തഖ്വ നമ്മളിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നോമ്പ് നിയമമാക്കപ്പെട്ടു എന്നാണ് നമ്മൾ ഖുർആനിന്റെ വാക്കുകളിലൂടെ വായിച്ചറിഞ്ഞത്. ആ തഖ്വ എങ്ങനെയാണ് ജീവിതത്തിൽ ശീലമാക്കേണ്ടത് എന്നാണ് ഖുർആനിന്റെ വരികളും വാക്കുകളും നമുക്ക് മാർഗദർശനം നൽകുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ തഖ്വയുടെ മറ്റൊരു വശമാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത്, ബഹുമാനിക്കുക എന്നത്. ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിലെ സാംസ്കാരിക പഥത്തിൽ വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിഹ്നമാണ്, പടച്ചവൻ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ചിഹ്നമാണ് പള്ളികൾ എന്ന് പറയുന്നത്. പള്ളികളോടുള്ള ആദരവ്, പള്ളികളോടുള്ള പവിത്രമായ മനുഷ്യരുടെ മാനസിക ബന്ധം, ഇത് വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളിലൂടെ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അപ്രകാരം മറ്റൊന്ന് ഉലമാക്കൾ, പണ്ഡിത ശ്രേഷ്ഠർ, പണ്ഡിത വിഭാഗം. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു പ്രധാന ചിഹ്നമാണ് പരിശുദ്ധമായ പള്ളികൾ എന്ന് പറയുന്നത്. അതുപോലെ ഉലമാക്കൾ, അതും ഒരു പ്രധാന ചിഹ്നമാണ്. എന്തുകൊണ്ടാണ് ഞാൻ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ രണ്ട് കാര്യത്തെ റമദാനിന്റെ അവസാന നാളുകളിൽ എടുത്തു പറയുന്നത് എന്നുകൂടി നിങ്ങൾ അറിയണം. ഇന്ന് പള്ളികൾ എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ കാണുന്നത് പോലെയുള്ള കെട്ടിട സമുച്ചയങ്ങളായി അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പള്ളികൾ എന്ന് കേൾക്കുമ്പോൾ, പള്ളികൾ എന്ന് പറയുമ്പോൾ അതിന്റെ ബാഹ്യമായ തഅമീർ, അതിന്റെ ബാഹ്യമായ മോടി അലങ്കാരങ്ങൾ, അമ്പരചുംബികളായ മിനാറുകളോടുകൂടി കെട്ടി ഉയർത്തപ്പെടുന്ന കെട്ടിട സമുച്ചയങ്ങളായി മാത്രം മാറിയിരിക്കുന്നു. ആ പള്ളികളോടുള്ള മനുഷ്യന്റെ മാനസികമായ ബന്ധത്തെ എങ്ങനെയാണോ വിശുദ്ധ ഇസ്ലാം വരച്ചിട്ടത്, ആ രേഖയിലൂടെ നോക്കിക്കാണാൻ കഴിയുന്നില്ല. ആ നിലയിൽ പള്ളികളെ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നില്ല. ആ നിലയിൽ പള്ളികളെ ഉപയോഗപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ ഈ സമുദായത്തിനുണ്ടായിരുന്ന വിലയും നിലയും ഇന്നത്തെ നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടു എന്നതും ഒരു പരമാർത്ഥമാണ്. രണ്ടാമത്, ഈ സമുദായത്തെ നേരായ മാർഗത്തിൽ നയിക്കുകയും ഉത്തമ സമുദായമെന്ന് പടച്ചവൻ വിശേഷിപ്പിച്ച ആ ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ സ്ഥാനം വഹിക്കുന്ന പണ്ഡിത ലോകമാണ്, പണ്ഡിത സഭയാണ്, ഉലമാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗമുണ്ട്, രണ്ടാളുകൾ, രണ്ട് കൂട്ടരുണ്ട്. അവർ രണ്ടുപേരും നന്നായാൽ എന്റെ സമുദായം നന്നാകും, അവർ രണ്ടുപേരും ദുഷിച്ചാൽ എന്റെ സമുദായം ദുഷിക്കുകയും ചെയ്യും. അൽ ഉലമാ വൽ ഉമറാ, അത് ഉലമാക്കളും ഉമറാക്കളുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കളെയും ഉമറാക്കളെയും അള്ളാഹു ആദരിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചു. ഭാഗവും നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അനുയായികൾ കൃത്യമായി നടന്നു നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ സമുദായത്തിന് വിലയും നിലയും ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയും അള്ളാഹു അവന്റെ ചിഹ്നങ്ങളിൽ ചില ചിഹ്നമായിട്ടാണ് എണ്ണപ്പെട്ടിരിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിശ്ചയം അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകളെ അതിന്റെ അവകാശികളിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു, അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വിടണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതുപോലെ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയുണ്ടായാൽ, മധ്യസ്ഥം വഹിക്കേണ്ട അവസ്ഥയുണ്ടായാൽ, ന്യായാധിപന്റെ റോൾ അഭിനയിച്ചുകൊണ്ട് അവർക്കിടയിൽ വിധി പറയേണ്ട അവസരമുണ്ടായാൽ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിയോടുകൂടി വിധിക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. നീതിയോടുകൂടി വിധിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കും. ആ പൈപ്പിന് ശേഷം വെള്ളം നനച്ചുള്ളൂ, കണ്ണോർക്കം പിടിക്കും. നീതിയോടുകൂടി വിധിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ.
ഇന്നല്ലാഹ നിഅമ്മാ യഅലുകും ബിഹി, അള്ളാഹു വളരെ നല്ല ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് തരുന്നത്. അള്ളാഹു വളരെ നല്ല ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് ഇതിലൂടെ തരുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, നിശ്ചയമായും അല്ലാഹു തആല സമീഅാണ്, ബസീറാണ്. ഒന്നും കൂടെ ഓതാം. സൂറത്തുൽ നിസാഇന്റെ വചനം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅലുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിന്റെ അവകാശികളിലേക്ക് കൊണ്ടെത്തിക്കണം, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിധി പറയേണ്ട അവസരമുണ്ടായാൽ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, ന്യായമായ നിലയിൽ മാത്രം വിധി പറയണം എന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിഅമ്മാ യഅലുകും ബിഹി, സതുപദേശം ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ മുന്തിയ സതുപദേശമാണ് നിങ്ങൾക്ക് പടച്ചവൻ ഇതിലൂടെ നൽകുന്നത്. വളരെ നല്ലൊരു ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നത്. ഉലമാക്കൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അമാനത്തുകളെ അതിന്റെ അവകാശികൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് സാധാരണ നൽകുന്ന ഒരർത്ഥമുണ്ട്. നമ്മളെ ആരെങ്കിലും ഒരു സാധനം വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വസിച്ചേൽപ്പിച്ചതിനെ അവർക്ക് മടക്കിക്കൊടുക്കുക ആവശ്യപ്പെടുമ്പോൾ അതിനാണ് അമാനത്ത് വിടുക എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് വിശാലവും വിപുലവുമായ ഒരു വലിയ അർത്ഥതലമുണ്ട്. അതിലൊന്നാമത്തേത് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ അമാനത്താണ് ദീൻ എന്ന് പറയുന്നത്, അല്ലേ? ദീൻ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ അമാനത്താണ്. ആ അമാനത്തിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു തആല ആകാശഭൂമികളെയും മലകളെയും പർവ്വതങ്ങളെയും ഒക്കെ ക്ഷണിച്ചപ്പോൾ അവരൊക്കെ ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻ ഹമലഹൽ ഇൻസാൻ ഫഅബൈന അൻ യഹ്മിലഹാ, ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളത് ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വിസമ്മതിച്ചു. ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ ത്രാണിയില്ല. വഹമലഹൽ ഇൻസാൻ, ബുദ്ധിഹീനനായ മനുഷ്യൻ, മണ്ടനായ മനുഷ്യൻ, ഖുർആൻ പറയുന്ന ഭാഷ അതാണ്, മണ്ടനായ മനുഷ്യൻ. വഹമലഹൽ ഇൻസാൻ, അവൻ അങ്ങ് ഏറ്റെടുത്തു. എവിടെ എന്ത് നടന്നാലും, ഞാൻ അന്ന് ആരംഭത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ സംസാരത്തെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞ ദിവസം പറഞ്ഞു, ആരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോ, എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ കേൾക്കാൻ ഞാൻ റെഡി, കൊള്ളാനുണ്ടെങ്കിൽ ഞാൻ കൊള്ളാൻ റെഡി, വേണ്ടാത്ത സ്ഥലത്തൊക്കെ കൈയിടാൻ ഞാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും എന്നെ കൊണ്ട് നടക്കും, എല്ലാത്തിനും ഞാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഏൽപ്പിക്കാനുണ്ടോ ഇങ്ങോട്ട് ഏൽപ്പിച്ചോ, ഞാൻ ഏറ്റെടുത്തോളാം. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ രണ്ട് കൈ നീട്ടി ഏറ്റെടുത്തു. അള്ളാഹു പറയാണ്, ഇന്നഹു കാന ദലൂമൻ ജഹൂല, ഇന്നഹു കാന ദലൂമൻ ജഹൂല, അവൻ ആള് മണ്ടനാണ്, അവൻ ആള് മണ്ടനാണ്, അതുപോലെ അവൻ അക്രമവാസനയുള്ളവനുമാണ്. അതുകൊണ്ടാണ് എന്ത് കൊടുത്താലും ഞാൻ ഏറ്റോളാം എന്ന് പറയുന്നത്. എല്ലാം റെഡിയാ, ഞാൻ ഏറ്റോളാം. ഏറ്റെടുത്തതിനെ വ്യക്തമായ നിലയിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നൊന്നും ആലോചിക്കാറില്ല, ആലോചിക്കാതെ എടുത്തിയാടുകയാണ് പതിവ്. ഏതായിരുന്നാലും അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമാന ദീനാണ്. ആ ദീനിനെ അതിന്റെ കൃത്യമായ രൂപത്തിൽ അനുഷ്ഠിക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി എന്ന് പറഞ്ഞ കൽപ്പനയുടെ ആദ്യപടിയാണ്. അത് കൃത്യമായി കൊടുത്തുവിടുക, ദീനിനെ കൃത്യമായി ആചരിക്കുക. രണ്ടാമത്, മനുഷ്യര് തമ്മിലെ കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നമ്മളോട് പുലർത്തുന്ന രക്തബന്ധത്തെ തിരിച്ചങ്ങോട്ട് പുലർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. വാപ്പയോട് നമുക്ക് ആദരവ് പ്രകടിപ്പിക്കാനുണ്ട്, ഉമ്മയോട് ആദരവ് പ്രകടിപ്പിക്കാനുണ്ട്, സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും നമുക്ക് പുലർത്തേണ്ട ബാന്ധവത്തിലെ ഹക്കുകളുണ്ട്, നീതിയുണ്ട്. അതൊക്കെ നമ്മൾ പുലർത്തണം. അതൊക്കെ അമാനത്ത് വിടുക എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ പടിയിലാണ്. മൂന്നാമത്തെ പടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുടെ ശരീരത്തോട് ചില ഹക്കുകളെ ഏൽപ്പിച്ചെന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വിശ്രമം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണം, നമ്മുടെ ശരീരത്തിന് അനുവദനീയമായ വിനോദം നൽകൽ, അതോടൊപ്പം നമ്മുടെ ശരീരം അനാവശ്യങ്ങളിൽ ചെന്നെത്തി പോകാതിരിക്കുന്ന രൂപത്തിൽ അതിനെ തടുത്തു നിർത്തൽ, അതിനെ കാത്തുസൂക്ഷിക്കൽ, ഇതൊക്കെ അവനവന്റെ ശരീരത്തോട് പുലർത്തേണ്ട നീതിയാണ്, അവനവന്റെ ശരീരത്തോട് വീടേണ്ട അമാനത്താണ്. അതും അവൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന വിഭാഗത്തോട് നമുക്ക് വ്യക്തമായ കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകളെ കൃത്യമായി കൊടുത്തുവിടാത്തിടത്തോളം കാലം ഈ സമുദായം അമാനത്ത് വീടിയവരാവുകയില്ല. ഈ സമുദായം അമാനത്ത് വിടാത്തിടത്തോളം കാലം ഈ സമുദായത്തിന് പടച്ചവന്റെ സന്നിധിയിൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല, കബൂലിയത്ത് ഉണ്ടാവുകയില്ല. ഈ വിശുദ്ധ വചനത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും فإن تنازعتم في شيء فردوه إلى الله
فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا ذلك خير وأحسن تأويلا. അള്ളാഹു ആ പറഞ്ഞ വാക്കിന് വലിയ ശ്രദ്ധേയമായ അർത്ഥധ്വനിയുണ്ട്. ذلك خير وأحسن تأويلا. ഞാനീ പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം, അതുപോലെ അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് ഖൈർ. വഅഹ്സനു തഅവീല, ഏറ്റവും നേരായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥത്തിലും രൂപത്തിലും തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിങ്ങൾ മാറി ചിന്തിക്കാൻ ശ്രമിച്ചാൽ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിങ്ങൾ വഴിപിരിഞ്ഞു പോകാൻ ശ്രമിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഖൈറൊന്നും ഉണ്ടാവില്ല, ഷർറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താ അള്ളാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, വഴിപ്പെടണം. വഅത്തിഉർ റസൂൽ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണം. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും, വഉലിൽ അംരി മിൻകും. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ കാര്യകർത്താക്കളായി പടച്ചവൻ ഏൽപ്പിച്ചിരിക്കുന്ന പണ്ഡിത വിഭാഗമുണ്ടല്ലോ, ഉലമാ വിഭാഗം, അവരുടെ നേതൃത്വത്തെ നിങ്ങൾ ഗ്രഹിക്കണം, അവരുടെ കൽപ്പനകൾക്ക് നിങ്ങൾ വഴിപ്പെടണം, അവരുടെ ആജ്ഞയ്ക്കനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഓരോരോ ജീവിതവും നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ പറയുന്നു വഉലിൽ അംരി മിൻകും. ഭൗതികമായ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി പടച്ചവൻ നിശ്ചയിച്ചിരിക്കുന്ന ഖലീഫമാരാകട്ടെ, അതുപോലെ ആത്മീയ രംഗത്ത് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആചാര്യന്മാരായ ഉസ്താദന്മാരാകട്ടെ, മശായിഖന്മാരാകട്ടെ. ഉലമാക്കൾ തഫ്സീറിന്റെ വരികളിൽ ഇതിന്റെ വ്യാഖ്യാനക്കുറിപ്പുകൾ എഴുതിയിട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ പറയുന്ന വ്യാഖ്യാനത്തിലെ വിഭജനം ഇന്നത്തെ കാലത്തുണ്ടായതാണ്, പണ്ട് കാലത്ത് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ആത്മീയവും ഭൗതികവും ഒരേ ആളുകളിലൂടെ തന്നെയാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്, ചക്രവർത്തിയാണ്, നാടിന്റെ പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന പ്രസിഡന്റ് തന്നെയാണ് ഇഖാമത്ത് കൊടുത്താൽ ഇമാമായി നിൽക്കാറുള്ളത്. പ്രസിഡന്റ് തന്നെയാണ് ഇഖാമത്ത് കൊടുത്താൽ ഇമാമായി നിൽക്കാറുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങളാണ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാമായി നിൽക്കുന്നത്. തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തങ്ങൾ ഉള്ളിടത്തോളം കാലം തങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ മറ്റൊരാളും ഇമാമായി നിന്നിട്ടില്ല. പള്ളിയിലെ ഇമാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആകെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇമാമത്ത് വഹിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച ഏക വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളാണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ സമുദായത്തിന്റെ നായകത്വം ഏത് കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് ആലോചന നടത്തിയപ്പോൾ അധികം ചിന്തിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ പോലെയുള്ളവർക്ക് സാധ്യമായത്, എളുപ്പമായത്. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇമാമത്ത് ഏൽപ്പിച്ചു കൊടുത്ത മഹാനായ മനുഷ്യനാണ് ഇദ്ദേഹം. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് അദ്ദേഹമാണ് ഇമാമ്. അബൂബക്കർ സിദ്ദീഖിന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഭരണാധികാരിയായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് പള്ളിയുടെ ഇമാമ്. ആ ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യത്തിന്റെ ഭരണാധികാരി. ഖലീഫമാരൊക്കെ അങ്ങനെയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആത്മീയതയുടെ നേതൃത്വം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂലയിൽ ഒതുങ്ങാൻ തുടങ്ങി. ഭൗതികത അതിന്റെ അതിപ്രസരത്തിലേക്ക് കുറച്ച് ഇങ്ങനെ പൊന്താൻ തുടങ്ങി. രണ്ടും രണ്ട് ചേരിയായി. ആ രണ്ട് ചേരിയിൽ കുറച്ചൊക്കെ ദുനിയാവ് കൂടിക്കേറിയപ്പോൾ, ദുനിയാവ് കടന്നുകൂടിയപ്പോൾ, ഭൗതികതയുടെ വിഭവങ്ങളുടെ ആധിക്യത്തിന്റെ പേരിൽ ആത്മീയതയുടെ പരിവേഷം അല്പാൽപമായി കുറയാൻ തുടങ്ങിയപ്പോൾ രണ്ട് ചേരിയായി. കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചരിത്രമൊന്നും അധികം പറയുന്നു വിശദീകരിക്കാനൊന്നും പ്രതീക്ഷിക്കേണ്ട. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു പോരുന്നത്. ഏകദേശം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലം അങ്ങോട്ട് കഴിയാനായപ്പോഴേക്കും ഈ ചേരിതിരിവ് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കാരണം എന്താ? സമ്പത്ത് വരാൻ തുടങ്ങി, വിഭവങ്ങൾ വരാൻ തുടങ്ങി. പഴയതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ പോലെ, ബിലാലുൽ മുഅദ്ദിനെ പോലെ, അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹുവിനെ പോലെ പട്ടിണിയുടെ കാലമല്ല, കഷ്ടതകളുടെ കാലമല്ല, ദാരിദ്ര്യത്തിന്റെ കാലമല്ല, അലുസുഫത്തിന്റെ ആളുകൾ എന്ന നിലയിൽ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന പതിവുമല്ല. ഇവിടെ സാമ്രാജ്യങ്ങൾ ഓരോന്നായി കീഴ്പ്പെടുകയും ഗനീമത്ത് സ്വത്തുകൾ കുമിഞ്ഞുകൂടുകയും ചെയ്തപ്പോൾ സാമ്പത്തികമായ പുരോഗതി വന്നു, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി. ഈ അഭിവൃദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ചപ്പോൾ ആത്മീയതയ്ക്ക് ലേശം മങ്ങലേൽക്കാൻ തുടങ്ങി. തഖ്വയിലും തസ്കിയത്തിലും കുറേശ്ശെ പോറലേൽക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സിരാകേന്ദ്രം രണ്ട് സ്ഥലങ്ങളിലായി വിഭജിക്കപ്പെട്ടു. മദീനയിലെ മസ്ജിദുൻ നബവി ആയിരുന്നു അതുവരെയും, പള്ളിയായിരുന്നു നമ്മളുടെ കേന്ദ്രം, പള്ളിയായിരുന്നു നമ്മളുടെ മർക്കസ്, പള്ളിയായിരുന്നു നമ്മളുടെ സെന്റർ. ഇപ്പോൾ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിന്ന് വിഭജിക്കുകയും അങ്ങ് അകലെയുള്ള ഷാമിൽ ഒരു പ്രത്യേക മർക്കസ് സ്ഥാപിതമാവുകയും ചെയ്തു. ഒരു തലസ്ഥാനം അവിടെയും സ്ഥാപിതമായി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇന്ന് ഖേദത്തോടുകൂടി ദുഃഖത്തോടുകൂടി വായിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ചില പൂർണ്ണമായ വരികൾ വായിക്കാൻ നമ്മൾ നിർബന്ധിതരായി. മുആവിയയും അലി റളിയല്ലാഹു അൻഹു അവர்களுം തമ്മിൽ യുദ്ധമുണ്ടായി.
ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ ഒരു ചേരിയിൽ നിലകൊള്ളുകയും അലി ഇബ്നു അബി താലിബ് മറ്റൊരു ചേരിയിൽ നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഇന്നും ഓർക്കുമ്പോഴൊക്കെ കരയാൻ തോന്നിക്കുമാറ് വലിയ ദുഃഖചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഈ സമൂഹം. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുവാൻ കൽപ്പിച്ച സമുദായം ആത്മീയ ലോകത്തെ ആചാര്യന്മാരുടെ മുമ്പിൽ അണിനിരന്നുകൊണ്ട് ഭൗതികമായ വിഭവങ്ങളുമായി ഒരു ബന്ധവും പുലർത്താതെ നമുക്കെന്ത് ദുനിയാവ്, ദുനിയാവുമായിട്ട് നമുക്കെന്താ ബന്ധം, വേണ്ട എന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിൽ നടന്നിരുന്നിടത്തോളം കാലം സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സമുദായത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയെ സാംസ്കാരിക കേന്ദ്രമായി സ്വീകരിക്കുകയും ആ പള്ളിയിൽ എന്റെ ആത്മീയതയുടെ പരിപോഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളിലും അമാലുകളിലും ഞാൻ ബദ്ധശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തിരുന്നിടത്തോളം കാലം അത് മുഖേന എന്റെ ജീവിതത്തിൽ വേറെ ഒരു നിലയിലുള്ള ദുശ്ശീലങ്ങളും കടന്നു വന്നില്ല, ദുസ്വഭാവങ്ങളും കടന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അന്നോളം ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. എന്റെ സമുദായത്തിലെ ഉലമാക്കളിൽ, എന്റെ സമുദായത്തിലെ ഉമറാക്കളിൽ ചെറിയ ചെറിയ ദുഷിപ്പുകൾ കടന്നുകൂടാൻ തുടങ്ങിയപ്പോൾ എന്റെ സമുദായം ദുഷിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ. ഇവിടെയാണ് ഇന്നത്തെ ദിവസം ഞാൻ പള്ളികളെക്കുറിച്ച്, അതിന്റെ പവിത്രതയെക്കുറിച്ച് പറയണമെന്ന് തീരുമാനിച്ചത്. ഇവിടെയാണ് സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഉലമാഇന്റെ ബാധ്യതയെക്കുറിച്ചും അവരോട് സമുദായത്തിനുള്ള കടപ്പാടുകളെക്കുറിച്ചും പറയണമെന്ന്, റമദാൻ തീരുന്നതിന് മുമ്പ് ഈ സമുദായത്തെ അത്തരം വിഷയങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണമെന്ന് വിനീതമായി എന്റെ മനസ്സിന് തോന്നിയത്. അള്ളാഹു നല്ലത് പറയാൻ തൗഫീഖ് തരുമാറാകട്ടെ, നല്ലത് കേൾക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിലനിർത്താനും തൗഫീഖ് തരുമാറാകട്ടെ. ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാതെ പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേൾക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇടയ്ക്ക് വെച്ച് കേട്ടാൽ ചില പ്രശ്നങ്ങളുണ്ടാവും, ഇടയ്ക്ക് വെച്ച് ഉറങ്ങിയാലും ചില പ്രശ്നമുണ്ടാവും. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത് വലിയ വിഷമം തോന്നുന്നു, അങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രസംഗം? ഉസ്താദ് പറഞ്ഞില്ലേ നാളെ പരലോകത്ത് വലിയ കിതാബ് കൊണ്ടുവന്ന് അങ്ങനെ വായിക്കുമെന്നൊക്കെ പറഞ്ഞു, അത് ശരിയല്ല, എന്റെ മനസ്സിനത് കേട്ടപ്പോൾ വിഷമം തോന്നി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ എങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നില്ലേ നാളെ പരലോകത്ത് നമുക്ക് കിതാബ് തരും, അത് വായിക്കും എന്നൊക്കെ പറയുന്നില്ലേ, പിന്നെ നമ്മളെങ്ങനെയാണ് അതിനെ നിഷേധിക്കുന്നത്? ആ സഹോദരൻ മനസ്സിലാക്കിയതിൽ വന്ന പിഴവാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ പരലോകത്ത് കിതാബ് വായിക്കുന്നതിന്റെ ആ ആയത്ത് ഓതിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. ഇഖ്റ കിതാബക്, നീ നിന്റെ കിതാബ് വായിക്കുക. മാലി ഹാദൽ കിതാബ്, എന്താ ഈ കിതാബ് എന്നൊക്കെയുള്ള ഖുർആനിന്റെ ആയാത്തുകൾ ഓതിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതെന്താ? ഒരു അനുഭവം പറഞ്ഞു. ഒരു മനുഷ്യന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ട കാര്യത്തിൽ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ ആയപ്പോൾ ആ കിതാബിനെ അദ്ദേഹം വിശേഷിപ്പിച്ചപ്പോൾ ആ കിതാബ് എത്ര വലിയ കിതാബാണെന്നറിയുമോ? അതിന്റെ ഒരു പേജ് ആകാശഭൂമികളെ കവർന്നു നിൽക്കുമാറ് ഈ പറയുന്ന മഗ്രിബ് മശ്രിഖിന്റെ അങ്ങോളം വലിപ്പമുള്ളതാണ്. 7 ആകാശവും 7 ഭൂമിയെക്കാളും വലിപ്പമുള്ളതാണ് ഒരു പേജ്. അത് ഒരു പേജാണെങ്കിൽ അങ്ങനത്തെ ആയിരക്കണക്കിന് പേജുള്ള കിതാബാണെങ്കിൽ എത്ര വലിയ കിതാബായിരിക്കും എന്നൊക്കെ ഒരു ഉസ്താദ് അർത്ഥം വെച്ചപ്പോൾ അത് ശരിയായിരിക്കൂല എന്ന് മാത്രമേ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കിതാബില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ട സഹോദരൻ ഒരു പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അശ്രദ്ധമായ നിലയിൽ പൂർണ്ണമായി കേട്ടിട്ടുണ്ടാവുകയില്ല. ഇന്നലെയും വേറൊരു സഹോദരൻ ഒരു സംശയം വന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഞാൻ ആ പറഞ്ഞതിന്റെ മറുവശം പറഞ്ഞിരുന്നു, നിങ്ങൾ അത് ഞാൻ ഇടയ്ക്ക് വെച്ച് എണീറ്റ് പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സമുദായത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിലാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് പള്ളി, മറ്റൊന്ന് പണ്ഡിതൻ. നമ്മുടെ നാട്ടിൽ തമ്മിൽ തല്ലാനും കുത്തിക്കൊല്ലാനും ഒക്കെ ഉപയോഗിക്കുന്ന 2 കേന്ദ്ര ബിന്ദുക്കളാണിത്, അല്ലെ? അപ്പൊ തമ്മിൽ തല്ലലും കുത്തിക്കൊല്ലലും ഒക്കെ സംഭവിക്കുകയും അതിനൊക്കെ സാക്ഷിയാവുകയും അതിനൊക്കെ വഴിയൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ബിന്ദുക്കളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഉറങ്ങാതെ കേട്ടാലേ കാര്യം മനസ്സിലാവൂ. പണ്ടൊരു ഉമ്മാമ ഒരു പെണ്ണുങ്ങള് വാത് കേൾക്കാൻ വേണ്ടി പോയിട്ട് കുറെ രാത്രിയാണല്ലോ സാധാരണ പണ്ടൊക്കെ വാത് പറയാറുള്ളത്. അങ്ങനെ നീട്ടി പ്രസംഗിച്ചപ്പോൾ ഇവർ ഉറങ്ങാതെ ഇരുന്ന സമയത്ത് അവർ കേട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളായിലും ശ്രേഷ്ഠതയും മറ്റുമൊക്കെയാണ്, തങ്ങളുടെ മേൽ സലാത്ത് പറയുന്നതിന്റെ മഹത്വമൊക്കെയാണ്. അത് പറഞ്ഞു അതിന്റെ ലഹരിയിൽ, അതിന്റെ രസത്തിൽ അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി അവര്. പിന്നെ കുറെ നേരം കഴിഞ്ഞ് ഞെട്ടി ഉണർന്നപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു അങ്ങ് എവിടെയോ എത്തിപ്പോയി. അദ്ദേഹം അന്നേരം പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയെക്കുറിച്ചിട്ടാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ, ആ കടമയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം എത്തിയ എവിടെയാണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അനാദരവ് എന്ന നിലയിൽ, ബഹുമാനക്കുറവ് എന്ന രൂപത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ പേരെടുത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഭർത്താക്കന്മാരെ പേരെടുത്ത് വിളിക്കരുത്, അത് നല്ലതല്ല, ആദരവ് കുറവാണ്. ഭർത്താക്കന്മാരുടെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. ഈ സ്ത്രീ അത് മാത്രം കേട്ട് പിന്നെ ഉറങ്ങിപ്പോയി. അവര് ഭർത്താക്കന്മാരുടെ പേര് വിളിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് കേട്ടത്. അവര് പിറ്റേന്ന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അത്തഹിയാത്തിലിരുന്നു.
അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അത്തഹിയാത്തിന് ശേഷമുള്ള അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത എന്ന് പറഞ്ഞിട്ട് സ്റ്റക്കായി പോയി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ ഒരു ഇബ്രാഹിം. അവർ ഇന്നലെ പോയ വാതിൽ കേട്ട ആകെ ഒരു ഉപദേശം അവരുടെ മനസ്സിൽ ഓർമ്മയുള്ളത് മാപ്പിളയുടെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്നാണ്. പേര് വിളിക്കാൻ പാടില്ല. ഒറ്റ വാക്കേ അവർ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും കേട്ടിട്ടുമില്ല. ഇവർ അത്തഹിയാത്തിൽ ഇരുന്നു പോയി. ഈ അത്തഹിയാത്ത് തീർക്കാണ്ട് ഉസ്താദിനോട് സംശയം ചോദിക്കാൻ കഴിയും. എന്താ ചെയ്യാ? കുറെ നേരം അവർ ആലോചിച്ചു. ആദ്യം ഒരു ഒന്നുകൂടെ ഓതി നോക്കി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത. അവിടെ സ്റ്റക്കായി, പല പ്രാവശ്യം സ്റ്റക്കായി. അവസാനം അവര് തൽക്കാലം ഈ മുസീബത്തിനൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞു, കമാ സല്ലൈത അലാ കുട്ടികൾ ഉപ്പ വ അലാ ആലി കുട്ടികൾ ഉപ്പ ഇന്നക ഹമീദും മജീദ് എന്ന് പറഞ്ഞ് തൽക്കാലം പ്രശ്നം തീർത്തു. എന്ന് പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയാൽ, അശ്രദ്ധമായി പോയാൽ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. അതുകൊണ്ട് തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. നമ്മൾ ചില വസ്തുതകൾ പറയാൻ വേണ്ടിയിട്ടാണ്, ചില യാഥാർത്ഥ്യങ്ങൾ, ചില കാര്യങ്ങൾ, ചില സത്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് തെളിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടിയുള്ള വയലല്ല, നസീഹത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശം കടന്നുകൂടാതെ പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പള്ളികളോടുള്ള പവിത്രത, ആ പള്ളികളോട് നമ്മൾ പുലർത്തേണ്ട അള്ളാഹുവിന്റെ ഭവനം എന്ന നിലയിൽ അതിനോട് നമ്മൾ നിലനിർത്തേണ്ട നമ്മളുടെ മാനസികമായ ബന്ധം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരുപാട് വചനങ്ങൾ പള്ളികളെ സംബന്ധിച്ചുള്ള പരാമർശമായി നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഒട്ടനവധി നമുക്ക് അതിന്റെ മഹാത്മ്യത്തെ വിളിച്ചോതുന്ന രൂപത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരോരും സഹായത്തിനില്ലാത്ത പരലോകത്തിന്റെ നിസ്സഹായകമായ മരുഭൂമിയിൽ അല്ലെങ്കിൽ മഹ്ശറയുടെ വൻസഭയിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണല് കൊടുത്ത് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ 7 പേരെന്ന് അറിയാൻ ആളുകൾ ആകാംക്ഷഭരിതരായി. ആരാണ് ആ 7 പേർ? അതിൽ ഒരാള്, ഓരോരുത്തരെയും എണ്ണി അതും ഒരു പ്രശ്നമാണ്. ഇന്നലെ ഞാൻ ഖുതുബയിൽ 4 പേർക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് 2 പേരെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇന്ന് അത്താഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു എന്നെ. അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. ആരും അങ്ങനെ വിളിക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. ഉറക്കം പ്രശ്നമായിരുന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. വിളിച്ചാലൊക്കെ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറയാത്ത, ഇപ്പൊ ഞാൻ ഈ 7 കാര്യം എണ്ണി പറയാനിരുന്നാൽ ഇപ്പൊ തന്നെ 1:40 നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. ഞാൻ 7 കാര്യം എണ്ണി പറയാനിരുന്നാൽ എന്റെ ബലഹീനത, ഞാൻ ഒരു വായാടിക്കാരനാണ്, അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ എവിടെല്ലോ എത്തിപ്പോവും. അതുകൊണ്ടാണ് ആ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ വിഷയം മാത്രം പറഞ്ഞു. ഇന്നലെ ഞാൻ 2 കാര്യം പറഞ്ഞിട്ട് പോലും ഖുതുബ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ 4 കാര്യം പറയാനിരുന്നെങ്കിലോ? ആ 4 കാര്യം ഏതായാലും ഇപ്പൊ പറഞ്ഞേക്കാം. ഇനി ഒരുപാട് കോളുകൾ ഒഴിവാക്കാമല്ലോ കുറെ ആളുകളുടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ 4 ആളുകൾ, ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ ദിവസത്തിൽ അല്ലാഹു തആല അവന്റെ പൊതുവായ മാപ്പിൽ നിന്നും ഒഴിച്ചു നിർത്തുന്ന 4 ആളുകൾ. അതിൽ ഒന്നാമത്തത് സദാ മദ്യപാനിയായി കഴിഞ്ഞുകൂടിയവനാണ്. സദാ മദ്യപാനിയായി കഴിഞ്ഞുകൂടിയവൻ. അല്ലാഹു നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത് കുടുംബ ബന്ധത്തെ മുറിച്ചവനാണ്. മൂന്നാമത്തത് മാതാപിതാക്കളോട് അനാദരവ് കാണിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവനാണ്. 4ാമത്തത് വൈരാഗ്യത്തിന്റെ പേരിൽ സ്നേഹബന്ധത്തെ മുറിച്ചവനാണ്. ഞാൻ എണ്ണി 4 പറഞ്ഞില്ലെങ്കിലും ഇന്നലത്തെ എന്റെ സംഭാഷണത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മൾ മാതാപിതാക്കളോടുള്ള ബന്ധം അത് നേരായ നിലയിൽ നിലനിർത്തണമെന്നാണ് ഇതിന്റെ സൂചന. അയൽവാസികളോടുള്ള ബന്ധം നേരായ നിലയിൽ നിലനിർത്തണമെന്ന സൂചന. വൈരാഗ്യത്തിന്റെ പേരിൽ, വാശിയുടെ പേരിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര് അപ്പുറമുള്ള ആളുകളോട് മിണ്ടാതിരിക്കുന്നത് തെറ്റാണ്, അതിനാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നാലും ആ 4 കാര്യമാണ് ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണല് കൊടുക്കും. അവരിൽ ഒരാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഒരു പുരുഷനാണ്, അവന്റെ ഹൃദയം പള്ളികളുമായി ബന്ധിച്ചു നിൽക്കുന്നു, അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവൻ അല്ലാഹു തആല നാളെ അർശിന്റെ തണല് കൊടുക്കും. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളികൾ പടച്ചവന്റെ ഭവനങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വളരെ സഹിഹായ ഒരു റിവായത്ത് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനമായ പള്ളികളിലേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അല്ലാഹു തആല സൽക്കാരം ഏർപ്പെടുത്തുന്നതാണ്. കാരണം എന്താ? നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നുപോയാൽ ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ അനുസരിച്ചിട്ട് ഞാൻ സൽക്കരിക്കട്ടെ എന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യും. ചായക്ക് സൽക്കരിക്കട്ടെ, ചായ എടുക്കട്ടെ, വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയിപ്പിക്കുമാറ് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളോട് നമ്മൾ ആ സാമാന്യ മര്യാദ പുലർത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വീട്ടിലേക്ക് പോകുന്നവരെ അവൻ ആദരിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്ഥിരമായി പള്ളിയിലേക്ക് നടന്നു പോകുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ അവൻ മൂമിനാണ് എന്നതിന് നിങ്ങൾ സാക്ഷിയായിക്കൊള്ളുക. പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സദാ കാണുന്നുവെങ്കിൽ അവൻ മൂമിനാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം. ഈമാനുള്ളത് കൊണ്ടാണ് അവന് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളി എന്നത് മലക്കുകളുടെ വാസസ്ഥലമാണ്. ഇവിടെ മലക്കുകളാണ് സ്ഥിരമായി വസിക്കുന്നത്. ഇത് മുത്തഖീങ്ങളുടെ താമസ സ്ഥലമാണ്. മലക്കുകളെ പോലെ നല്ലവരായി ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നെത്തുന്ന ആളുകൾക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിലെ സന്മനസ്സിന്റെ ഉടമർ, അവരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മുത്തഖീങ്ങളുടെ വാസസ്ഥലമാണ്, ഇത് മലക്കുകളുടെ വാസസ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളും മലക്കുകളും ഒക്കെ സദാ സഹവസിച്ചു പോരുന്ന ഈ പള്ളിക്ക് അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്ര വലിയ മഹത്വമുണ്ട്. ഇത് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നിർമ്മിതമായിട്ടുള്ള ഭൗതികമായ ഒരു കെട്ടിടമല്ല. ഇത് ആത്മീയമായ പരിശുദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിൽ അങ്ങിങ്ങായി അടിഞ്ഞുകൂടുന്ന രോഗങ്ങളെയും അതിന്റെ ലക്ഷണങ്ങളെയും സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഫലപ്രദമായ ചികിത്സകൾ നടപ്പാക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പണിതുയർത്തിയിരിക്കുന്ന ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണിത്, ആതുരാലയമാണിത്. നമുക്ക് രോഗം മൂർച്ഛിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട ചില രോഗികൾക്ക് കുറച്ചുകൂടി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അവരെ കണ്ണാടിക്കൂട്ടിൽ അടയ്ക്കുന്നു. സന്ദർശകന്മാർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. സന്ദർശനം അനുവദിക്കുകയില്ല എന്ന് വിളിച്ചു പറയും. എന്താ കാരണം? ഇവരുടെ ശരീരത്തിൽ ഇപ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും പരമാവധി സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ കുറച്ച് സമയം വെച്ചിട്ടല്ലാതെ ചികിത്സ ഫലപ്രദമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു ഈ നിലയിൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മലീമസമായ ദുഷിപ്പുകളുടെ ആ ഒരു കയ്പുനീരുകളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു കളങ്കപൂർണമായ മലീമസമായ പുകമറകളിൽ നിന്നുമൊക്കെ നമ്മളെ പിടിച്ചുകൊണ്ടുവരുന്നു പരിശുദ്ധമായ ഭവനത്തിലേക്ക്, പള്ളിയുടെ ഉള്ളിലേക്ക്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് സമയം നമ്മളെ ഇരുത്തിയിട്ട് കഴുകി ശുദ്ധിയാക്കുന്നു, ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ രോഗാണുക്കളെ കണ്ടെത്തുകയും അതിനെ നശിപ്പിക്കാനുള്ള ആന്റിബയോട്ടിക് നമ്മളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പള്ളികളിലൂടെ സാധ്യമാകുന്നത്. ഇത് അഥവാ സാധ്യമാകുന്നില്ലെങ്കിൽ ആ പള്ളികളിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുക എന്ന് മാത്രമല്ല, പള്ളികൾ അനാവശ്യമായ എന്തെങ്കിലുമൊക്കെ ബാന്ധവങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായി മാറുകയും അത് പലപ്പോഴും സമുദായത്തിന് ദോഷം വരികയും ചെയ്യും. സമുദായത്തിന് ദോഷം വരുമെന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ ജീവിതത്തിൽ ദോഷമുണ്ടാകും, അവരുടെ പരസ്പരമുള്ള ബന്ധത്തിൽ ദോഷകരമായി അത് ബാധിക്കും. പള്ളി മുഖേന ചിലപ്പോൾ നാം തമ്മിൽ തല്ലുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ശരീഅത്തിന്റെ നിയമപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി തങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ മദീന എന്ന സാമ്രാജ്യത്തിൽ ആ ഭരണകൂടത്തിന്റെ കീഴിൽ ജയിലറകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ജയിലില്ല. നമ്മുടെ നാട്ടിൽ സബ് ജയിലുണ്ട്, സെൻട്രൽ ജയിലുണ്ട്. ഓരോ പ്രദേശത്തിനും പ്രത്യേകം ജയിലുകളുണ്ട്. ഈ ജയിലിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആളുകളുടെ പേരും നാളും വീടും വിലാസവും ഒക്കെ എണ്ണാൻ ശ്രമിച്ചാൽ അവിടെ നമ്മളുടെ സംവരണം പൂർത്തിയാണ്, അല്ലെ? നമ്മുടെ സർക്കാർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണം ഏതെങ്കിലും ഒരു തസ്തികയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും മറ്റുമൊക്കെ നമ്മൾ വായിച്ചെടുത്തപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് അർഹമായ സംവരണത്തിന്റെ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പക്ഷേ സെൻട്രൽ ജയിലിൽ ഞാൻ ഒരു പ്രസംഗിക്കാൻ പോക്കുണ്ട്. സെൻട്രൽ ജയിലിൽ പോയി അവിടെയുള്ള അന്തേവാസികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ സംവരണത്തിൽ വളരെ മുമ്പന്തിയിലാണ്. 12% എന്നുള്ളത് 12% ഒന്നുമല്ല, ഏകദേശം 48%, 50%, 52% ഒക്കെ ചിലപ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരുമാറാകട്ടെ. ഏതായിരുന്നാലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഈ ജയിൽ സമ്പ്രദായം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏതെങ്കിലും ഒരു മനുഷ്യനെ റിമാൻഡ് ചെയ്യണമെന്ന്. എന്താ റിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ? റിമാൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്തുപോയി, അബദ്ധത്തിൽ ചെയ്തതാണ്. അബദ്ധത്തിൽ ചെയ്തു പോയ ആ മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് റീമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് കെട്ടിയിടുകയാണ്. ഒരു ശിക്ഷയല്ല അത്, ശിക്ഷണമാണത്. നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഈ പറയുന്ന തത്വത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നത്. പറയുന്ന സെൻട്രൽ ജയിലിലെ അന്തേവാസികളോടൊപ്പം 2 ആഴ്ച കാലത്തേക്ക് ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യന്, ഉദാഹരണമായി പറഞ്ഞാൽ ഒരാള് ദാരിദ്ര്യത്തിന്റെ കടുപ്പത്തിന്റെ പേരിൽ തന്റെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന വാഴയിൽ കൊലച്ചു നിന്നിരുന്ന ഒരു കൊല കൊത്തിയെന്ന് വിചാരിക്കുക. ഒരു വാഴക്കൊല കട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ജയിലറകളുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു പോയത് നമ്മൾ വളരെ ഖേദത്തോടെ, വ്യസനത്തോടെ, വേദനയോടെയാണ്. ഒരു വാഴക്കൊല കട്ട ഈ കുറ്റവാളിയെ കൊണ്ടിടുന്ന കൂട്ടത്തിലാണ് കോടിക്കണക്കിന് രൂപ കട്ടിട്ട് ആ കട്ടതിന്റെ അംശമൊക്കെ നാട് ഭരിക്കുന്ന ആളുകൾക്കും കൊടുത്തിട്ട് അവന്റെ സ്വന്തം ആളായി അവിടെ വിലസുന്ന
ആളുകളോടൊപ്പമാണ്, ഭീകരജീവികളോടൊപ്പമാണ് ഈ സാധുവായ മനുഷ്യനെ കൊണ്ടിടുന്നത്. സംസർഗസേ ഗുണാഹ ഭവന്തു എന്നാ പറഞ്ഞല്ലേ, സംസർഗസേ ഗുണാഹ ഭവന്തു. വാഴക്കൊല കൊത്തിയത് എന്റെ നിർബല നിമിഷത്തിൽ അടിമപ്പെട്ടു പോയിട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ ഈ ഒരു കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് വന്നു കടക്കുന്നത്, കുറച്ചു ദിവസം സഹവസിക്കുന്നത്, 2 ആഴ്ചയോ 2 മാസമോ ഞാൻ കൂടിക്കലരുന്നത് കോടികൾ തട്ടിച്ചിട്ട് വന്ന് കടക്കുന്ന ഭീകരന്മാരോടൊപ്പമാണ്. ഏകദേശം 2 ആഴ്ചയോ 2 മാസമോ ഒക്കെ അവിടെ കടന്ന് അവനുമായി ചേർന്ന് അവന്റെ ദുസ്വഭാവങ്ങളൊക്കെ പഠിച്ചിട്ട് വാഴക്കൊല കട്ട ഈ മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ ഇനി അമ്പലം തുറന്നിട്ട് വിഗ്രഹങ്ങൾ കക്കാനുള്ള പ്രാപ്തിയോടുകൂടിയാണ് അവൻ പുറത്തേക്ക് വരുന്നത്. അല്ലേ? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജയിൽ സംവിധാനം അല്ലെങ്കിൽ ജയിൽ സങ്കല്പം ഈ പറയുന്ന രൂപത്തിൽ ആകരുത് എന്ന് തങ്ങൾ കണിശമായി ഷഠിച്ചത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഖലീഫമാരുടെ കാലഘട്ടത്തിലോ ആ പറയുന്ന ഒരു ജയിലിന്റെ സംവിധാനമില്ല. പിന്നെ എന്തായിരുന്നു ചെയ്തിരുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരുപാട് കുറ്റവാളികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് മസ്ജിദുൻ നബവിയുടെ തൂണുകളിൽ ബന്ധിക്കുമായിരുന്നു, മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിടുമായിരുന്നു. മസ്ജിദുൻ നബവിയുടെ തൂണിൽ 3 ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ നമസ്കരിക്കുന്നതൊക്കെ അവർ കാണണം, ഇവിടെ സതുപദേശങ്ങൾ നടക്കുന്നത് അവർ കേൾക്കണം, ഇവിടെ കരയുന്നതും ദുആയിരക്കുന്നതും പശ്ചാത്തപിക്കുന്നതും ഒക്കെ അവർ കേൾക്കണം. 3 ദിവസക്കാലം ഇതൊക്കെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുറ്റവാളിയുടെ മനസ്സിന് തീർച്ചയായും മാറ്റമുണ്ടാകും. 3 മാസം കൊണ്ട് ഒരു പക്ഷെ അവന്റെ മനസ്സിന് മാറ്റം വരുന്നില്ലെന്ന് കണ്ടാൽ ഒരാഴ്ചത്തേക്ക് അവന്റെ റിമാൻഡ് നീട്ടിക്കൊടുക്കും. എന്തിനാ റിമാൻഡ് നീട്ടിക്കൊടുക്കുന്നത്? അവനെ നരകയാതന അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവന്റെ മനസ്സിന് മാറ്റം വരട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പറയുന്ന മദീനത്തെ മസ്ജിദുൻ നബവി ആകുന്ന ആ ജയിലറയിൽ ബന്ധനസ്ഥനായി കൊണ്ടുവരപ്പെട്ട ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത രാജ്യത്തിന്റെ അധിപനായിരുന്നു അദ്ദേഹം, രാജാവായിരുന്നു അദ്ദേഹം. 3 ദിവസക്കാലം അദ്ദേഹത്തെ കെട്ടിയിട്ടു. തങ്ങളുടെ പതിവനുസരിച്ചിട്ട് തങ്ങൾ പറയുമായിരുന്നു, സഹാബാക്കളെ, നിങ്ങളുടെ കൈകൾ ഉടമാവസ്ഥാവകാശമാക്കിയിട്ടുള്ള ആളുകളോടുള്ള ബാധ്യത നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം വിളമ്പിയിട്ട് അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമായിരുന്നു, പള്ളിയിലേക്ക് പോകുമായിരുന്നു. സഹാബത്തിനെ വിളിച്ചിട്ട് പറയും, ഈ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന കുറ്റവാളികൾക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുത്തോ, വെള്ളം കൊടുത്തോ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പിടിച്ചുകൊണ്ടുവന്ന ആളുകളെ പൂട്ടിയിട്ട് അന്നത്തെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല, തങ്ങൾക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് തങ്ങൾ ഒരു ദുഃഖഭാരം പേറിയിരിക്കുന്നവരെ പോലെ തോന്നുന്നത്? തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലത്തെ രാത്രിയിൽ തീരെ കടന്നിട്ട് ഉറക്കം വന്നില്ല. എന്താ കാരണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? തൊട്ടപ്പുറത്ത് നമ്മളോട് യുദ്ധപ്രഖ്യാപനവുമായി നമ്മളെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നവരാണെങ്കിൽ പോലും പിടിക്കപ്പെട്ട് ബന്ധനസ്ഥരായി കിടക്കുന്ന ഈ കുറ്റവാളികളുടെ കാര്യം ഓർത്തപ്പോൾ, അവരുടെ ഞരങ്ങൽ ശബ്ദം കേട്ടപ്പോൾ, അവരെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുകയല്ലേ, അവർക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ കഴിയുന്നില്ല, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥതയില്ല. അവരുടെ ആ അസ്വസ്ഥത കേട്ടപ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സഹാബാക്കളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഫിദിയ വാങ്ങിയിട്ട് അവരെ വേഗം ഒഴിവാക്കി വിട്ടേരെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് എത്ര സുന്ദരമായ മനസ്സാണ്! നബി തങ്ങളുടെ മനസ്സ് എത്ര സുന്ദരമായ മനസ്സാണ്! തീർച്ചയായും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിടപ്പെട്ടിരിക്കുന്ന ആളുകളോട് നീതിയോടെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ചു. പള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു ജയിലറയാണ്. ജയിലറ എന്ന് പറഞ്ഞാൽ നരകയാതന അനുഭവിപ്പിച്ചുകൊണ്ട് മനുഷ്യത്വാവകാശം പോലും അവന് നൽകാതെ, അവനെ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാതെ യാതനകൾക്ക് വിധേയനാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി അല്ല, പിന്നെയോ നിന്റെ മനസ്സ് നന്നാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു ട്രീറ്റ്മെന്റ് നൽകുകയാണ്. അവനോട് നല്ല നിലയിൽ പെരുമാറിയിട്ട് വൈകുന്നേരമാകുമ്പോൾ തങ്ങളുടെ പതിവ് അടുത്തു പോയിട്ട് ചോദിക്കും, സഹോദര, എന്തുണ്ട് ഇപ്പോൾ നിന്റെ മനസ്സിന്റെ അവസ്ഥ? മനംമാറ്റം വല്ലതും ഉണ്ടോ? 1-2 ദിവസമായാലും ഇവിടെ കിടക്കുന്ന ഞങ്ങളുടെ അമലുകളൊക്കെ കാണുന്നില്ലേ? മാനസികമായി വല്ല മാറ്റമുണ്ടോ? പലപ്പോഴും ഈ ചോദ്യം കേട്ടുകൊണ്ട് അവിടെയുള്ള കുറ്റവാളികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്, മുസ്ലിമാകുന്ന ശൈലിയാണ് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ അടുത്ത രാജ്യത്തിന്റെ അധിപനായി കെട്ടിയിടപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യനോട് 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയില്ല, എന്റെ മനസ്സിന് ഒരു മാറ്റവുമില്ല, ഞാൻ എന്റെ പഴയ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളോട് വലിയ വൈരാഗ്യമാണ്, ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു. 3-4 ദിവസവും ഇതേ മറുപടി ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവനെ കെട്ടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ എന്തിനാ നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് അഴിച്ചുവിട്ടേക്കുക, അയാളുടെ സ്വതന്ത്രമായ ജീവിത ശൈലി സ്വീകരിച്ചു കൊള്ളട്ടെ, പോയി കൊള്ളട്ടെ, പറഞ്ഞു വിട്ടേക്ക്, അഴിച്ചുവിട്ട. കാരണം എന്താ? നന്നാക്കാൻ ശ്രമിച്ചു, നന്നാകുന്നില്ല എന്ന് കണ്ടു, എന്നാ പിന്നെ നിനക്ക് നിന്റെ സൗകര്യം പോലെ പോകാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ അങ്ങനെ അടിച്ചമർത്തലോ അടിച്ചേൽപ്പിക്കലോ പിടിച്ചു വലിക്കലോ ഒന്നുമില്ല. ആ മനുഷ്യനെ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം സഹാബാക്കൾ കെട്ടഴിച്ചു വിട്ടു. അദ്ദേഹം സ്വതന്ത്രനായപ്പോൾ മെല്ലെ മദീനയുടെ പള്ളി വിട്ടുകൊണ്ട് അല്പം ദൂരത്തേക്ക് യാത്രയായി. ദൂരെ ഒരു സ്ഥലത്ത് പോയി ഒരു കിണറിനെ സമീപിച്ചു. അവിടുന്ന് സ്വന്തമായി ശരീരശുദ്ധി വരുത്തി കുളിച്ച് വൃത്തിയായി
അദ്ദേഹം മടങ്ങി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ തങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് കലിമ പറഞ്ഞു തന്നാലും ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു. നബി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മുമ്പ് വരെ നിന്നോട് അങ്ങോട്ട് ചോദിച്ചേ, നീ പറ്റൂല എന്ന് പറഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് കടന്നുപോയതല്ലേ, പിന്നെന്താ നീ മടങ്ങി വരാൻ കാരണം? ആ സമനുഷ്യൻ പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു തറവാട്ടുകാരനാണ്. ഞാൻ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ചോദ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചാൽ അത് അടിമത്തത്തിന്റെ പേരിൽ നിവൃത്തികേട് കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലേ? കെട്ടിയിടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നീ മുസ്ലിം ആവുന്നതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം അല്ല, അതിന്റെ അപ്പുറത്തും അയക്കാം. ഗുജറാത്തും അതുപോലെയുള്ള ചില സ്ഥലങ്ങളിലും കലാപം അരങ്ങേറിയപ്പോൾ ചില സഹോദരങ്ങൾ പൊട്ടുതൊട്ടു എന്ന് പറയപ്പെടുന്നു. ചില സഹോദരങ്ങൾ തൊഴുകാൻ തയ്യാറായി കാത്തുനിന്നു എന്ന് പറയപ്പെടും. ചില സഹോദരങ്ങൾ അങ്ങനത്തെ കലാപഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാറിന്റെ ഫ്രണ്ടിൽ അറിയാതെ തൂക്കിയിരിക്കുന്ന തസ്ബി എടുത്ത് മാറ്റിയേക്കാം. അല്ലേ? കാരണം ഞാൻ മാപ്പിളയാന്ന് അവർ അറിഞ്ഞാലോ, കുഴപ്പമാവണ്ട. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന എന്നോടുള്ള നിങ്ങളുടെ ചോദ്യം അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാനത് സമ്മതിക്കാതിരുന്നത്. ഞാൻ സ്വതന്ത്രനായി എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങളുടെ ഈ അമലുകളിൽ നിന്നും വന്ന മനംമാറ്റത്തെ സ്വീകരിക്കുന്നു. ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നീട്ടേണ്ട കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ചിലപ്പോൾ ജയിലറകളാകുമായിരുന്നു. ആ ജയിലറയിൽ കെട്ടിയിടപ്പെടുന്ന കുറ്റവാളികളുടെ മനസ്സിന് മാറ്റം വരുത്താൻ പള്ളിയിൽ നടക്കുന്ന അമലുകൾ തീർച്ചയായും ഉപകാരപ്രദമാകുമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ചിലപ്പോൾ ക്ലിനിക്കാകും, അല്ലേ? ചിലപ്പോൾ ഹോസ്പിറ്റലാകും. അതിന്റെ ചരിത്രമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി ഞാൻ അത് ആവർത്തിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. രോഗികൾക്ക് ചികിത്സ നൽകാൻ പള്ളികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അത് നബി തങ്ങളുടെ കാലത്ത് മാത്രമല്ല, മലബാറുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളുടെ മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പള്ളികൾ ആശാകേന്ദ്രമായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നമ്മൾ അതിന്റെ വഴിമാറ്റി. അവിടെയാണ് പള്ളികളെയും പണ്ഡിതന്മാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ തീരുമാനിച്ചത്. കാരണം എന്താ? നമ്മൾ അതിന്റെ വഴിമാറ്റി സഞ്ചരിക്കാൻ നമ്മൾ വഴിയൊരുക്കി കൊടുത്തു. പണ്ട് കാലഘട്ടങ്ങളിൽ പള്ളികളിലേക്ക് ആളുകൾ ആശ്വാസം തേടിക്കൊണ്ടുവരുമായിരുന്നു, ചികിത്സ തേടിക്കൊണ്ടുവരുമായിരുന്നു. ചികിത്സ തേടിക്കൊണ്ട് വരുന്നത് ഈ പള്ളിയുടെ നാഥനായ പടച്ചവൻ നൽകുന്ന ശിഫ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ശിഫ വാങ്ങിത്തരാനുള്ള ദുആയുടെ ആധിപത്യം കയ്യിലിരിക്കുന്ന തഖ്വയുള്ള പണ്ഡിതനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണ്ഡിതൻ വരുന്ന ആളുകളുടെ വിഷമങ്ങൾ കേട്ടറിയും. എന്നിട്ട് അയാളുടെ ആ വിഷമത്തെ നന്നായി പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ട് എന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഒരു ഫാത്തിഹ ഓതിയാൽ സുഖപ്പെടും. ചിലപ്പോൾ ഒറ്റ ഫാത്തിഹ കൊണ്ട് സുഖപ്പെടുകയില്ല, 7 ഫാത്തിഹ വേണമെന്ന് പറയും. ചിലപ്പോൾ 7 ഫാത്തിഹ കൊണ്ട് സുഖപ്പെടുകയില്ല, നിങ്ങൾ സ്ഥിരമായി 3 ദിവസം ഈ ഫാത്തിഹയുടെ ചികിത്സ എടുക്കുമെന്ന് പറയും. ഫാത്തിഹ മാത്രമല്ല, ചിലപ്പോൾ സൂറത്ത് യാസീൻ ഓതാൻ പറയും. ഇങ്ങനെ ഖുർആനിന്റെ പുണ്യമായ വരികളിലൂടെ, വാക്കുകളിലൂടെ അള്ളാഹുവിന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ശിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. ദുആ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങളും ദുആ ചെയ്യും, അള്ളാഹു ശിഫ തരട്ടെ. ഉമർ ഖാദി റഹിമഹുല്ലാ അവറുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പള്ളിയുടെ മുകളിൽ നിന്നും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഉമർ ഖാദിയുടെ പള്ളി നിങ്ങൾക്ക് കാണാവുന്ന പള്ളിയാണ്, നമ്മളെപ്പോലത്തെ ഒരു സാധാരണ പള്ളി. മേലോട്ട് നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഹരിജനായ മനുഷ്യൻ പള്ളിയുടെ പുറത്ത് ഹൗദിന്റെ പരിസരത്ത് വന്ന് നിന്നുകൊണ്ട് പള്ളിയുടെ മുക്രിക്കാനെ, പള്ളിന്റെ ഖൽഫനെ വിളിച്ചിട്ട് ഓറുണ്ടോ എന്ന് ചോദിക്കും. ഓറുണ്ടോ? പോടാ ഓറ ചോദിച്ചിട്ട് നീ കാല കഴുകാതെ ഉള്ളിലേക്ക് കയറി, കാല് കഴുകാണ്ട് ഉള്ളിലേക്ക് കയറി പോപ്പാ എന്ന് പറയുന്നു. കാല് കഴുകാതെ ഉള്ളിലേക്ക് കയറി. ഈ മനുഷ്യൻ അവശനായി ഓടി വന്നതാണ്. ആ മനുഷ്യൻ രോഗത്തിന്റെയും വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും പേരിൽ ബേജാറോടുകൂടി പാഞ്ഞു വന്നതാണ്. എവിടെയാണ് അഭയം കിട്ടുന്നത്? ഉമർ ഖാദിയെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കണം. ദ്വാരപ്പിച്ചാൽ തീർച്ചയായും രോഗം ശിഫയാകുമെന്ന വിശ്വാസം അവിശ്വാസികളുടെ മനസ്സിൽ പോലും ഉണ്ട്. അദ്ദേഹം പള്ളിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സാധുവായ മനുഷ്യനെ, ഹരിജനായ മനുഷ്യനെ ആട്ടിപ്പായിക്കുന്ന ഖൽഫയെ കണ്ടു. അത് കണ്ട മാത്രം അദ്ദേഹം ഓടി വന്നിട്ട് ഈ ഖൽഫയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കെന്ത് അവകാശം ഈ സാധുവായ മനുഷ്യനെ ആട്ടിപ്പായിക്കാൻ? ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, അവന്റെ അടിമകൾക്ക് വരാവുന്ന ഭവനമാണ്. ഒരു പക്ഷെ അവൻ കാല് കഴുകാതെ കയറിയെങ്കിൽ അവന്റെ മനസ്സിന് വേദനയില്ലാത്ത രൂപത്തിൽ ആ കാല് ചവിട്ടിയ സ്ഥലം നീ അങ്ങ് കഴുകിക്കളഞ്ഞാൽ പോരെ കുറച്ച് കഴിയുമ്പോൾ? എന്തിനാണ് അവനെ ചീത്ത പറയുന്നത്? പ്രിയമുള്ളവരെ, ഔലിയാക്കളായ സലഫു സാലിഹീങ്ങളായ പണ്ഡിത ശ്രേഷ്ഠരുടെ മനസ്സ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ തങ്ങൾ ജനങ്ങൾക്ക് താലീമ് നടത്തുന്നതിന്റെ മധ്യത്തിൽ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു. സദസ്സിൽ ഒരാൾ മൂത്രമൊഴിക്കുന്നു എന്ന് കേട്ടാൽ ആരാണത് സഹിക്കുക? നമ്മുടെ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഒരാൾ തുപ്പിയാൽ തുപ്പുന്ന ആളോട് നമ്മൾ പറയും, അതാ കാറ്റത്ത് ഇങ്ങോട്ട് പാറി വരുന്നുണ്ട്, കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് തുപ്പ്, അല്ലേ? ഞാൻ ആ ശബ്ദം കേട്ടോണ്ടായി നിങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നത്. ഏതായിരുന്നാലും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. തുപ്പുമ്പോൾ നമുക്ക് പേടിയാ. പിന്നെ മൂത്രമൊഴിച്ചാൽ നമ്മൾ സഹിക്കുവോ? മൂത്രമൊഴിച്ചാൽ സഹിക്കൂല. പക്ഷേ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ
തങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ, തങ്ങളുടെ സഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ ഒരു മനുഷ്യൻ പരസ്യമായി നിന്ന് മൂത്രമൊഴിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ആളുകൾ ചാടി എഴുന്നേറ്റു. എന്ത് വൃത്തികേടായി കാണിക്കുന്നത്, അവന്റെ തല കൊയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നബി തങ്ങൾ തടുത്തു. ഏയ് തൊട്ടുപോകരുത്, അയാൾ മൂത്രമൊഴിച്ച് തീരട്ടെ. മൂത്രമൊഴിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനെ തടുത്തു നിർത്തിയാൽ, മൂത്രം തടസ്സപ്പെട്ടാൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അയാൾ മൂത്രിച്ച് തീരട്ടെ. മൂത്രമൊഴിച്ച് തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലരായിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, 1-2 തൊട്ടി വെള്ളം കൊണ്ടുവരിക. ആ വെള്ളം ഒഴിച്ചു വിട്ടാൽ അതങ്ങ് വൃത്തിയായില്ലേ? പിന്നെ എന്തിനാ വെറുതെ അവനെ ചീത്ത പറയാൻ നടക്കുന്നത്? വൃത്തിയാവും. നമ്മുടെ കാർപ്പറ്റ് വൃത്തിയാവൂല. മുന്തിയ സാധനം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അദാബും കൂടുക പതിവ്. പക്ഷെ നബി തങ്ങളുടെ പള്ളി വൃത്തിയാവും. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കാർപ്പറ്റ് ഇല്ല, ഫ്ലോറിംഗും ഇല്ല. നബി തങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ മരുഭൂമിയിൽ അല്പം മൂത്രമായാൽ അതിന്റെ മീതെ 2 തൊട്ടി വെള്ളം ഒഴിച്ചാൽ അതങ്ങ് ശുദ്ധിയായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞതുപോലെ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന കുറ്റവാളിയുടെ മനസ്സിന് മാറ്റമുണ്ടാക്കാനുള്ള ആത്മീയമായ സുന്ദര ശബ്ദങ്ങൾ മുഴങ്ങുന്ന പള്ളിയായിരുന്നു. അവിടെ ഇങ്ങനത്തെ സുഖകരമായ കാർപ്പറ്റില്ലായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വരുന്ന, ആശ്വാസം തേടി വരുന്ന ആളുകൾക്ക് ദുആ നൽകിയാൽ, ഖുർആൻ ഊതിയാൽ അവർക്ക് ശിഫ ലഭിക്കുമായിരുന്നു. ഞാൻ ഈ പറയുന്നത് പോലെ ലൗഡ് സ്പീക്കറിന്റെ ശബ്ദസുന്ദരമായ ശൈലിയിൽ പ്രസംഗങ്ങൾ പ്രകമ്പനം കൊള്ളുമായിരുന്നില്ല അവിടെ. ആ പ്രസംഗം കേട്ടാൽ ഉടനെ കമ്പ്യൂട്ടറിനകത്ത് CD ആക്കിയിട്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അത്യന്താധുനികമായ സംവിധാനങ്ങൾ കുറവായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്ന ശബ്ദത്തിൽ ആശ്വാസമുണ്ടായിരുന്നു, സാന്ത്വനമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. ആ ശബ്ദം കേൾക്കുന്നവരുടെ മനസ്സിന് മാനസാന്തരമുണ്ടാകുമായിരുന്നു, മനമാറ്റമുണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മളുടെ പള്ളിയും ആ പള്ളിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മുടെ പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാമമാത്രമായ ബന്ധങ്ങൾ മാത്രം, നാമമാത്രമായ ശബ്ദങ്ങൾ മാത്രം. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ പള്ളികളുടെ മിനാരങ്ങൾ അമ്പരചുംബികളായി ആകാശത്തേക്ക് ഇങ്ങനെ മാത്സര്യ ബുദ്ധിയോടുകൂടി ഓരോ ദിവസം കഴിയും തോറും വളർന്നു പോകുന്നു. പക്ഷേ ആ മിനാരങ്ങളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന ബാങ്കൊലിയിൽ, അതിന്റെ ധ്വനിയിൽ, അതിന്റെ ശബ്ദത്തിൽ ബിലാലിന്റെ ശബ്ദത്തിന്റെ മാധുര്യമില്ല, ബിലാലിന്റെ മനസ്സിന്റെ വികാരമില്ല, വേദനയില്ല. ബിലാലിന്റെ തൊലിയുടെ നിറം കറുപ്പാണ്. ബിലാല് വാങ്ക് വിളിച്ചിരുന്നത് ലൗഡ് സ്പീക്കറിലൂടെ അല്ല. ബിലാല് വാങ്ക് വിളിച്ചിരുന്നത് എക്കോ ശബ്ദമുള്ള മൈക്ക് സെറ്റിലൂടെ അല്ല. ബിലാല് വാങ്ക് വിളിച്ചിരുന്നത് സ്വന്തം തൊണ്ട കൊണ്ടാണ്. പക്ഷേ അത് മുഴങ്ങിയിരുന്നത് വേദനയുള്ള മനസ്സിൽ നിന്നാണ്, ഫിക്റുള്ള മനസ്സിൽ നിന്നാണ്, ഈമാനും തഖ്വയുമുള്ള മനസ്സിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ പള്ളികളിലെ മെഹ്റാബുകൾ നമ്മൾ നന്നാക്കുന്നു, മിമ്പറുകൾ നമ്മൾ നന്നാക്കുന്നു. മിമ്പറിന്റെയും മെഹ്റാബിന്റെയും കൊത്തുപണികൾക്കും അലങ്കാര പണികൾക്കും വേണ്ടി നമ്മൾ ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവിടുന്നു. പക്ഷേ ആ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമിന്റെ പിന്നിൽ നടന്നു നീങ്ങിയതിന്റെ പേരിൽ ഈ സമുദായം സ്വർഗത്തിലെത്തുന്നില്ല. മിമ്പറുകളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ സമുദായത്തിന്റെ മനസ്സിൽ മാറ്റമുണ്ടാകുന്നതിന് പകരം നമ്മുടെ സമുദായം തമ്മിൽ തല്ലുകയാണ്, ചേരിതിരിവുണ്ടാവുകയാണ്, സംഘടനകളാവുകയാണ്. സംഘടനകളും തമ്മിലുള്ള സംഘട്ടനം മൂർച്ഛിക്കുകയാണ്. സംഘടന എന്ന് പറയുന്ന ഡായിക്കൊരു അല്പം ശക്തി കൂടിയാൽ സംഘട്ടനമായി. ഇവിടെ സംഘട്ടനം മൂർച്ഛിക്കുകയാണ്, സംഘടനയല്ല. എന്റെ പ്രിയമുള്ളവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ഫ്ലോറിംഗ് വെറും കല്ലും മണ്ണുമാണ്, വെറും കല്ലും മണ്ണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் സമ്പന്നനാണ്. ഉസ്മാനെ ഗനി എന്നാണ് പറയുന്നത്. 3ാം ഖലീഫയായി അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട്, അല്ലാതെ ഖജനാവിന്റെ പണമല്ല, സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് പള്ളി ഒന്ന് മോടി പിടിപ്പിച്ചു, പള്ളി ഒന്ന് നന്നാക്കി. പള്ളി നന്നാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടത്തിലാണ് മദീനത്തെ മസ്ജിദ് നബവിയുടെ ഫ്ലോറിംഗ് നന്നാക്കിയത്. എന്ന് പറഞ്ഞാൽ അതുവരെയും നമ്മൾ കേട്ടിട്ടില്ലേ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പറഞ്ഞ ആ ലക്ഷണങ്ങളിൽ അന്നത്തെ രാത്രിയിൽ ചെറിയൊരു മഴ പെയ്തു. പിറ്റേന്നത്തെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോൾ രാത്രി പെയ്ത ആ മഴയും പള്ളിയുടെ ചെളിയും രണ്ടും സുജൂദ് ചെയ്ത തങ്ങളുടെ നെറ്റിത്തടത്തിൽ ഞങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ചെളിവെള്ളം അല്ലെങ്കിൽ ചെളിയാകാൻ സാധ്യതയുള്ള മണ്ണാണ് ആ പള്ളിയിൽ അതുവരെ ഉണ്ടായിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் പള്ളി പ്രസിഡന്റ് ആയപ്പോൾ, പള്ളിയുടെ മുതവല്ലി ആയപ്പോൾ, രാജ്യത്തിന്റെ ഭരണാധികാരിയായപ്പോൾ സ്വന്തം കീശയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പള്ളി മോടി പിടിപ്പിച്ചു. ആ പള്ളിയുടെ ഫ്ലോറിംഗ് ചരൽക്കല്ലുകളാക്കി, കാർപ്പറ്റാക്കി എന്നല്ല, മൊസൈക്കാക്കി എന്നല്ല, മാർബിളാക്കി, ഗ്രാനൈറ്റ് ആക്കി എന്നല്ല, ചരൽക്കല്ലാക്കി. ചരൽക്കല്ലാക്കിയാലുള്ള ഗുണം എന്താ? നമ്മൾ സാധാരണഗതിയിൽ ഇന്റർലോക്ക് ഇടാൻ നിർവാഹമില്ല വീട്ടുമുറ്റത്ത് സാധുക്കളായ ആളുകൾ കുറച്ച് ബേബി ജെല്ലി വാങ്ങി വിരിക്കുന്നു എന്ന് പറയാറില്ലേ? ബേബി ജെല്ലി വാങ്ങി വിരിച്ചാൽ മഴ പെയ്താൽ ചെളിയാവൂല എന്ന് പറഞ്ഞതുപോലെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் ചരൽക്കല്ലുകൾ വിരിച്ചു. അതിനെക്കുറിച്ച് സഹാബാക്കൾ എടുത്തു പറഞ്ഞു. അവിടെയാണ് നമ്മൾ കാര്യം സഹാബാക്കൾ നല്ലൊരു സംഘം ആളുകൾ പറഞ്ഞു, പാടില്ല, ഞങ്ങളുടെ പുന്നാര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികൾ ഇങ്ങനെ ആവശ്യമില്ലാതെ മോടി പിടിപ്പിച്ചിട്ടില്ല. തങ്ങൾ അതിനെതിരായിരുന്നു. പിന്നെ എന്തിനാണ് ഉസ്മാൻ ഇങ്ങനെ പണം ദൂർത്തടിക്കുന്നത്?
എന്തിനാണ് ഉസ്മാൻ ഇങ്ങനെ പണം ദൂർത്തടിക്കുന്നത്? സഹാബാക്കളുടെ കൂട്ടത്തിൽ നല്ലൊരു സംഘം ആളുകൾ അന്നത്തെ പ്രസിഡന്റിനെതിരെ കലാപക്കൊടി ഉയർത്തി, പാടില്ല എന്ന് പറഞ്ഞു. അവസാനം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് സഹാബത്തിന്റെ തെറ്റിദ്ധാരണ നീക്കാൻ നിർബന്ധിതനായി. അദ്ദേഹം പറഞ്ഞു, സഹാബാക്കളെ, ഒന്നാമതായി ഞാൻ ഖജനാവിന്റെ പണം തൊട്ടിട്ടില്ല. എന്റെ പടച്ചവന്റെ ഭവനത്തോടുള്ള എന്റെ മുഹബ്ബത്തിന്റെ പേരിൽ എന്റെ സമ്പാദ്യത്തിന്റെ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം അറ്റകുറ്റപ്പണിയും മോടി പിടിപ്പിക്കലും നടത്തിയത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഇപ്രകാരം ചെയ്യാനുണ്ടായ കാരണം എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം സഹിഹായ നിലയിൽ എന്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നു. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനം പണിതു കൊടുത്താൽ, ഒരു പള്ളി നിർമ്മിച്ചാൽ, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പകരം ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് കേട്ടു. അതിനാണ് ഞാൻ ഈ പണം ചെലവാക്കിയത്. സഹാബാക്കൾ മൗനമായി. ന്യായം കേട്ടപ്പോൾ അതായിരുന്നു അന്നത്തെ അവരുടെ ഗുണം. എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗൂഢസംഘം ഉണ്ടാക്കലല്ല, ഉപജാപ സംഘം ഉണ്ടാക്കലല്ല, അവർക്കെതിരെ കലാപക്കൊടി ഉയർത്തുന്നതിന് വേണ്ടി വേറെ കുറച്ച് ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പാരലൽ കമ്മിറ്റി രൂപീകരിക്കലല്ല, ഒരു പുതിയ പാനൽ കൊണ്ടുവരുത്തല്ല. പിന്നെന്താ? നമുക്കുള്ള മാനസികമായ വിഷമത്തെ നമ്മൾ തുറന്നു പറയുക, അത് ശരിയല്ല എന്ന് പറയുക, ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കുക. അത് കാണിക്കുമ്പോൾ ന്യായമായ നിലയിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയതാണ് ചെയ്യുന്നതെന്ന് മഹാനായ നേതാവ് ആ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി വിളിച്ചു പറയുക. പ്രശ്നം തീർന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടത്തിന് ശേഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടമായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ, രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. ഇങ്ങനെ സ്ഥിരമായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രം അരങ്ങേറിയപ്പോൾ ഒരു ദിവസം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ ഇരുന്നിരുന്ന സദസ്സിലെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അലിയെ റളിയല്ലാഹു അൻഹു, ഞങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലം ഭരിച്ചു, വളരെ രസമായിരുന്നു ആ കാലഘട്ടം. ഞങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചു, ഉമർ ബിൻ ഖത്താബ് ഭരിച്ചു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഭരിച്ചു റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരുടെ ഭരണത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്വസ്ഥമായിരുന്നു, സമാധാനമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നീ ഞങ്ങളെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? നീ ഞങ്ങളെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് പറഞ്ഞു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? അതിനെന്താ കാരണമെന്ന് നിനക്കറിയാവോ? ഇല്ല. എന്താ കാരണമെന്ന് വെച്ചാൽ, നീ ഈ പറഞ്ഞ 3 പേരും ഭരിച്ചിരുന്നത് എന്നെ പോലത്തെ ആളുകളെയാണ്, ഞാൻ ഭരിക്കുന്നത് നിന്നെ പോലത്തെ ആളുകളെയാണ്. അതാ വ്യത്യാസം. അവരൊക്കെ ഭരിച്ചിരുന്നത് എന്നെ പോലത്തെ ആളുകളെയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ ഭരിക്കുന്നത് നിന്നെ പോലത്തെ ആളുകളാണ്, അതാണ് പ്രശ്നം. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ സഹാബത്ത് ഭയപ്പെട്ടത്, പള്ളി മോടി പിടിപ്പിക്കുന്നത് കാണുമ്പോൾ അവർ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒരു കാലമുണ്ടായിരുന്നു പള്ളിയിൽ കെട്ടിയിടപ്പെട്ടിരുന്ന കുറ്റവാളികളുടെ മനസ്സിന് മാറ്റമുണ്ടാകുന്ന കാലഘട്ടം, പള്ളിയിൽ അഭയം തേടി വരുന്ന ആളുകൾക്ക് രോഗശമനം നൽകപ്പെടുന്ന കാലഘട്ടം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായി അവിടെ എത്തിപ്പെട്ടാൽ അതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കപ്പെടുകയും പരിഹാരം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ ദീനും ദുനിയാവും അവരുടെ ഭൗതികവും ആത്മീയവും ഒക്കെ ഒരുപോലെ സുശക്തമായ നിലയിൽ പടുത്തുയർത്താൻ കഴിയുന്ന ഒരു ശക്തികേന്ദ്രമായിരുന്നു പള്ളി. ക്രമേണ പള്ളിയുടെ ഈ ആത്മീയ മുഖം നഷ്ടപ്പെടുകയും അതിന്റെ ഭൗതികമായ മുഖം ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ സമുദായത്തിന് ആ ഒരു ബലക്ഷയം സംഭവിച്ചു. ആ ബലക്ഷയത്തെ ഞാൻ ഭയപ്പെടുന്നു, ആ ബലക്ഷയത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് അങ്ങനെയാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മതി, താമസിയാതെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു, ഞാൻ അതിനെക്കുറിച്ച് ഭയപ്പെടുകയാണ്, എനിക്ക് പേടിയാണ് ആ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ. ഏതാ കാലഘട്ടം എന്നറിയുമോ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ നാമം മാത്രമേ ഉള്ളൂ. തഹദീബുൽ ഇസ്ലാം എന്ന് പറയുന്നു, അല്ലെ? തഹദീബുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമികമായ സംസ്കരണ കേന്ദ്രം എന്നാണ്. തഹദീബുൽ അഖ്ലാഖ് എന്ന് പറയുന്നു. ഇസ്ലാം എന്താണ്? ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയും. ഇങ്ങനെ കുറെ ഇസ്ലാമിക നാമമുള്ള കോംപ്ലക്സുകളുണ്ട്, മജ്മഉണ്ട്, കെട്ടിട സമുച്ചയങ്ങളുണ്ട്, അങ്ങനത്തെ കുറെ സംഘടനകളും അവർ നടത്തുന്ന കുറെ സ്ഥാപനങ്ങളുമുണ്ട്. നാമത്തിൽ മാത്രം ഇസ്ലാം ഉണ്ടാകും, അർത്ഥത്തിൽ ഇസ്ലാം ഉണ്ടാകാത്ത കാലഘട്ടത്തെ ഞാൻ ഭയപ്പെടുന്നു റസൂലുള്ളാഹി. അത് നടത്തുന്നവരുടെ ജീവിതത്തിലോ അതിന് വിധേയരാകുന്ന ആളുകളുടെയോ മുതഅല്ലിമീങ്ങളുടെയോ ജീവിതത്തിലോ ഈമാനും ഇസ്ലാമും ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിൽ നിന്നും അതിന്റെ ലിപികളും വരികളും മാത്രം അവശേഷിക്കുക. അത് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ ആളുകളില്ല, അത് പുലർത്തുന്ന തത്വം ഈ ലോകത്ത് പ്രാവർത്തികമാക്കപ്പെടുന്നില്ല, ഖുർആനിന്റെ സുന്ദരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കപ്പെടുന്നില്ല. വെറും ഖുർആനിന്റെ വരികളും വാക്കുകളും ലിപികളും മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ഞാൻ ആ ഘട്ടത്തെ ഭയപ്പെടുന്നു. ഇന്ന് നമുക്ക് ഖുർആനിന് ക്ഷാമമൊന്നുമില്ല. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരിയായ രാജാവ് ഒരു ദിവസം എത്ര ലക്ഷം ഖുർആനാണ് വളരെ മുന്തിയ പേപ്പറിൽ അടിക്കുന്നത്, ഫ്രീ ആയി ലോകമെമ്പാടും വിതരണം ചെയ്യുന്നത്.
കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകൾ അദ്ദേഹം ആ രംഗത്ത് ചെലവാക്കുന്നു. നമുക്കും ഇന്ന് അൽഹംദുലില്ലാഹ് ഖുർആനിന് ക്ഷാമമൊന്നുമില്ല. പക്ഷേ അതുപോലെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട്, പഠിപ്പിക്കപ്പെടുന്ന ആളുകൾ എത്രയുണ്ട്, ഹാഫിദുകൾ എത്ര വർദ്ധിച്ചു, ആലിമീങ്ങൾ എത്ര വർദ്ധിച്ചു. പക്ഷേ നമ്മുടെ സമുദായത്തിന് ഖുർആനിന്റെ വെളിച്ചം കിട്ടുന്നില്ല. ഈ കാലഘട്ടത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി അതിന്റെ മുഖചിത്രം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരച്ചു കാണിച്ചു തരികയാണ്. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. ഉറങ്ങുന്നെല്ലാരും ഉറങ്ങുന്നുണ്ടോ? മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അന്ന് ആ ജനതയുടെ പള്ളികൾ ആമിറത്തുൻ, അത് വളരെ വലിയ രൂപത്തിൽ പണിതുയർത്തപ്പെട്ടതാണ്. ആമിറത്തുൻ, പണിതുയർത്തപ്പെട്ടതാണ്. വഹിയ ഖറാബു മിനൽ ഹുദാ, ബാഹ്യമായ മോടിയുണ്ടെന്നല്ലാതെ, ബാഹ്യമായ പ്രൗഢിയുണ്ടെന്നല്ലാതെ, കെട്ടിടത്തിന് വലിയ വലിപ്പവും വർണ്ണവും ഉണ്ടെന്നല്ലാതെ, വഹിയ ഖറാബു മിനൽ ഹുദാ, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരേണ്ട ഹിദായത്തിന്റെ ശബ്ദം അവിടുന്ന് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പുറത്തേക്ക് നിങ്ങൾക്ക് ഈമാനിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതിന്റെ വെളിച്ചം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. വഹിയ ഖറാബു മിനൽ ഹുദാ, അതാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു അപജയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിന്റെ ഒരു ഭീകര മുഖമായി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നെന്താണെന്ന് അറിയുമോ? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ആ കാലഘട്ടത്തിലെ അവരുടെ പണ്ഡിതന്മാര്, അവരുടെ ആലിമീങ്ങള്, അവരുടെ ഉലമാക്കള് എന്ന് പറഞ്ഞാൽ ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും വൃത്തികെട്ടവരായിരിക്കും. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി. ഞാൻ പറയുന്നതല്ല, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. പള്ളികൾ ബാഹ്യമായ രൂപവും കോലവും മാത്രം പുലർത്തുകയും അതിന്റെ ഉള്ളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ആത്മീയമായ വിശുദ്ധി ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ മിമ്പറും മെഹ്റാബും കൈകാര്യം ചെയ്യുന്ന ഉലമാഇന്റെ വിശേഷണം ഇതാണ്: അവര് ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും ദുഷിച്ചവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വിഷയം നമ്മൾ പള്ളിയും പണ്ഡിതനും എന്ന് തെരഞ്ഞെടുത്തത്? ഇത് രണ്ടും സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇത് രണ്ടും അത് സ്ഥാപിതമായ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വരികയും ചെയ്താൽ ഈ സമുദായത്തിന് എത്രയേറെ പള്ളികൾ വർദ്ധിച്ചു കിട്ടിയാലും, എത്രയേറെ പണ്ഡിത സമ്പത്ത് ലഭിച്ചാലും ഈ സമുദായം എത്തേണ്ടടത്തെത്തൂല. ഈ സമുദായം വഴിപിരിഞ്ഞു പോകും, വഴിതെറ്റിപ്പോകും. എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ? നമുക്ക് പള്ളികൾ വർദ്ധിച്ചപ്പോൾ, പള്ളികളുടെ ഭരണത്തിന് വേണ്ടി തമ്മിലടിച്ചപ്പോൾ അതിന്റെ പേരിൽ ചേരികൾ തിരിയുകയും സംഘങ്ങൾ കൂടുകയും സംഘടനകളായി പിളരുകയും വിവിധ ചേരികളിലും തട്ടുകളിലും ഒക്കെ തരംതിരിഞ്ഞ് നിന്നുകൊണ്ട് തമ്മിൽ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു പൊതുവായ അവസ്ഥ നമ്മുടെ സമുദായത്തിൽ ഇന്ന് വ്യാപകമായി തിരിഞ്ഞു പോകും, വഴിതെറ്റിപ്പോകും. എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ? നമുക്ക് പള്ളികൾ വർദ്ധിച്ചപ്പോൾ, പള്ളികളുടെ ഭരണത്തിന് വേണ്ടി തമ്മിലടിച്ചപ്പോൾ അതിന്റെ പേരിൽ ചേരികൾ തിരിയുകയും സംഘങ്ങൾ കൂടുകയും സംഘടനകളായി പിളരുകയും വിവിധ ചേരികളിലും തട്ടുകളിലും ഒക്കെ തരംതിരിഞ്ഞ് നിന്നുകൊണ്ട് തമ്മിൽ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു പൊതുവായ അവസ്ഥ നമ്മുടെ സമുദായത്തിൽ ഇന്ന് വ്യാപകമായി. നമ്മുടെ സമുദായം ഈ ഖണ്ഡന പ്രസംഗങ്ങൾക്ക് വേണ്ടി ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ഊർജവും ഖണ്ഡന പ്രസംഗങ്ങൾക്ക് വേണ്ടി ചെലവിട്ടുകൊണ്ടിരിക്കുന്ന സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് സമുദായത്തിന്റെ ഈമാനും അമലും നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ ഐക്യത്തോടുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സമുദായത്തിന് ഇന്നത്തെ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നോ സഹോദരങ്ങളെ? ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. വേറെ ഒരു സമുദായത്തിനും ഈ നിലയിൽ സ്വന്തമായ സ്ഥാപനങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരമ്പലം കഴിഞ്ഞ് അടുത്ത അമ്പലത്തിലേക്ക് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു? ഒരമ്പലം കഴിഞ്ഞ് അടുത്ത അമ്പലത്തിലേക്ക്. നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുസ്ലിം വിരോധം ഊതിക്കാച്ചി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന വലിയ നേതാവാണ് അദ്വാനി. അയാൾ ഒരിക്കൽ മംഗലാപുരം എയർപോർട്ടിൽ വാഹനമിറങ്ങി കണ്ണൂരിലേക്ക് റോഡ് മാർഗം സഞ്ചരിച്ചു വരുന്ന നേരത്ത് രണ്ട് സ്ഥലങ്ങളിലും, പള്ളിക്കര എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെയുണ്ട്, പള്ളിയുടെ കരയാണത്. രണ്ട് പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കാസർകോട്ടുകാരായ ആളുകളുടെ ഇസ്ലാമിക സ്പിരിറ്റിന്റെ പേരിൽ അവർ പണിതുയർത്തിയിരിക്കുന്ന ഈ ബിൽഡിങ്ങുകൾ, ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് അയാളുടെ മനസ്സിലുണ്ടായ ചില വൃത്താന്തങ്ങൾ പത്രക്കാരുമായി അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഈ ആളുകളൊക്കെ ഇന്നും അത്ഭുതത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി, അതിലേറെ അസൂയയോടുകൂടി, കണ്ണുകടിയോടുകൂടി ഈ സമുദായത്തിന്റെ സ്ഥാപനങ്ങളെ നോക്കിക്കാണുമ്പോൾ ഈ സമുദായത്തിന് ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? സമുദായത്തിന് 10 പള്ളി വർദ്ധിക്കുമ്പോൾ സമുദായത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിച്ചു എന്നാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ 10 പള്ളി ഉണ്ടാകുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ശക്തി 10ആയി പിളർത്തപ്പെട്ടു എന്നതാണ് പരമാർത്ഥം, അല്ലേ? 10ആയി പിളർത്തപ്പെട്ടു. പള്ളി കൊണ്ടുള്ള ഏറുകളിയാണ്. ഒരു പള്ളിയിൽ നിന്ന് സലാം വീട്ടുന്നത് അടുത്ത പള്ളിയിൽ കേൾക്കും. പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന പഴയ ആചാരമനുസരിച്ചിട്ട് എന്റെ ഉമ്മാമയൊക്കെ പറയാറുള്ള ഒരു വലിയൊരു തത്വം എനിക്കിന്നും ഓർമ്മയുണ്ട്. അവര് പറഞ്ഞിരുന്നു, ഖിയാമത്ത് നാളിന്റെ അലാമത്താണ് ഒരു പള്ളിയിലെ ബാങ്ക് മറ്റു പള്ളിയിൽ കേൾക്കുക എന്നത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, വയസ്സായ ആളുകൾക്ക് ഓർമ്മയുണ്ട്. എന്റെ ഉമ്മാമ പണ്ട് പറയാറുണ്ട്,
ഖിയാമത്ത് നാളിന്റെ അലാമത്താണ് ഒരു പള്ളിയിലെ ബാങ്ക് മറ്റേ പള്ളിയിൽ കേൾക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഇന്ന് ഒരു പള്ളിയിലെ ബാങ്ക് മാത്രമല്ല, ഒരു പള്ളിയിലെ മൈക്ക് ഓണാക്കി വെച്ചുകൊണ്ട് അടുത്ത പള്ളിക്കാരനെ ചീത്ത പറയുന്നത് പരമാവധി ശബ്ദത്തിൽ അവനെ കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പള്ളികൾ ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ, ഇബാദത്ത് എടുക്കാൻ, റുക്കൂ സുജൂദ് ചെയ്യാൻ, ഖുർആൻ ഓതാൻ, ദീൻ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ പള്ളികൾ ഉണ്ടാകുന്നത്? അല്ല. അവനവന്റെ സംഘടനകൾക്ക് ഒരു ആസ്ഥാനമുണ്ടാകണം. അവനവന്റെ സംഘടനകൾക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണം. ആ മന്ദിരം എന്ന നിലയിലാണ് പള്ളികൾ ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ഈ ഒരു പ്രവണതയെ സംബന്ധിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു ഉദാഹരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഖുർആനും ഹദീസും അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമസംഹിതകളും മനുഷ്യ ചരിത്രത്തിന്റെ ഒരു വഴികളെയും വിട്ടുപോയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല.